യാക്കോബ് അവൻ നല്ലൊരു ഉപായിയായിരുന്നു. അവൻ ചിന്തിച്ചു, അവൻ്റെ ജ്യേഷ്ഠനെ പറ്റിച്ചും അവൻ്റെ അപ്പനെ പറ്റിച്ചും അമ്മയെ കൂടെ നിർത്തിയും അവന് വളരാമെന്ന് അവൻ ആഗ്രഹിച്ചു. ഈ സമ്പാദിച്ചതെല്ലാം കൊണ്ട് തിരിച്ചു വരുമ്പോൾ അമ്മയില്ല, ഭാര്യ നഷ്ടപ്പെട്ടു, എല്ലാം തകർച്ചയാണ്. അതായത് ഈ ലോകത്തിന്റെ വഴിയിലൂടെ വളരാനായിട്ട് ശ്രമിച്ചപ്പോൾ അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അവൻ്റെ ഭാര്യ മരിച്ചുപോയി. അവനെ വളരാനായിട്ട് തെറ്റായ വഴികൾ പറഞ്ഞു കൊടുത്ത അവൻ്റെ അമ്മ ഇന്ന് ജീവനോടെ ഇല്ല. ഈ ലോകപരമായിട്ട് വളരാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നഷ്ടങ്ങൾ മാത്രമാണ്. അങ്ങോട്ടുള്ള യാക്കോബിന്റെ യാത്ര എന്ന് പറയുന്നത് ജീവിതത്തിൽ എത്ര തകർച്ച വന്നിട്ടും പതറാതെ ആത്മീയ മനുഷ്യന്റെ കരുത്തിലാണ് അവൻ അങ്ങോട്ട് യാത്ര ചെയ്യുന്നത്. ഈ യാക്കോബിന്റെ ഡിസെൻഡൻസ്, അവന്റെ പിൻഗാമികളാണ് ഇസ്രായേൽ മക്കളായിട്ട് മാറിയത്. യാക്കോബ് ആത്മീയമായിട്ട് വളർന്നപ്പോൾ യാക്കോബിന്റെ മക്കൾ ദേശങ്ങളെ കൈവശമാക്കി എന്നതാണ് അതിൻ്റെ അർത്ഥം. യാക്കോബ് ഭൗതിക നേട്ടങ്ങൾ കൊണ്ടല്ല ഈ ലോകം മുഴുവനും നേടാനായിട്ട് ശ്രമിച്ചത്. യാക്കോബിന്റെ ഉള്ളിലുള്ള ആത്മീയ മനുഷ്യനെ യാക്കോബ് ശക്തിപ്പെടുത്തിയപ്പോൾ യാക്കോബിന്റെ മക്കളെ ദൈവം എങ്ങനെ